അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും അള്ളാഹു അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒത്തുകൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഒരൊറ്റ ആൾ പോലും അവൻ്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽപ്പെട്ട് പരാജയപ്പെടുവാൻ ഇടയാക്കല്ലേ റഹ്മാനെ. യാ അള്ളാഹ്, ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിമേലിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമുക്കൊരു ഹദീസ് മനസ്സിലാക്കാം. കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഫ്ഷു സലാമ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. ഇഫ്ഷു സലാമ, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുകയും വസിലു അർഹാമ, കുടുംബബന്ധം ചേർക്കുകയും വത്ഇമു തആമ, അന്നദാനം നടത്തുകയും വസല്ലു വന്നാസ് നിയാമ, ജനങ്ങൾ ഉറങ്ങുമ്പോൾ എണീറ്റ് നമസ്കരിക്കുകയും ചെയ്യുക. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാമ, സുരക്ഷിതമായി സ്വർഗത്തിൽ കടക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വസല്ലു വന്നാസ് നിയാമു, അള്ളാഹു പറയുന്നു, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എണീറ്റ് നമസ്കരിക്കുക എന്നത് അതിനെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആൻ സൂറത്ത് സജദ 32-ാമത്തെ സൂറത്താണ്. അതിൽ 16-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ബിൽ ഖൗഫി വത്തമാം വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മലാജി, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ അവരെ പാർശ്വങ്ങളെ ഉയർത്തിക്കൊണ്ട് കിടക്കയിൽ നിന്നും ഉയർത്തി യദൂന റബ്ബഹും ബിൽ ഖൗഫി വത്തമാ, പ്രത്യാശയോടും ഭയഭക്തിയോടും കൂടി തൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നവരാണ്. അവർക്ക് മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു തന്നതിൽ നിന്നും ചിലവഴിക്കുന്നവരാണവർ. അടുത്ത ആയത്തിൽ അള്ളാഹു അവർക്കുള്ള പ്രതിഫലത്തെപ്പറ്റി പറയുന്നുണ്ട്. 17-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അവർ ചെയ്ത അമലുകൾ കാരണമായി, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവരുടെ കൺകുളിർമ അനുസരിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ആരും കാണാതെ രഹസ്യമായി ഒരുക്കി വെച്ചിട്ടുള്ളത് ആർക്കും അറിയില്ല എന്നല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളിൽ, അള്ളാഹു ഒരുക്കി വെച്ച ഈ രഹസ്യമായ അനുഗ്രഹങ്ങളിൽ നമ്മളെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രവുമല്ല, ഈ നമസ്കാര സമയത്ത് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, സുബഹിയോടടുത്ത സമയമാണ് തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ സമയം. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്ത് നിന്നും 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഈ ചോദ്യം അള്ളാഹു നിലനിർത്തുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു പറയുന്നു, ആ സമയത്ത് റബ്ബ് പറയുകയാണ്, മൻ യദൂനി, എന്നോട് ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ, ഫസ്തജാബ ലഹും, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. അൻ യഗ്ഫിറലി, മൻ യഗ്ഫിറലി, ആരെങ്കിലും എന്നോട് പാപമോചനം തേടുന്നവരുണ്ടോ, അൻ യഗ്ഫിറലഹും, ഞാൻ അവരുടെ പാപം പുറത്തു കൊടുക്കാം. മൻ യസ്അലിനി, ആരെങ്കിലും എന്നോട് ചോദിക്കുന്നവരുണ്ടോ, ഫാത്തിയലഹും, ഞാൻ അവർക്ക് കൊടുക്കുന്നതാണ്, ചോദിക്കുന്ന കാര്യം കൊടുക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളിലും നമ്മൾ ഉൾപ്പെടുവാൻ, അള്ളാഹു അതിന് ഉത്തരം കൊടുക്കുവാൻ നമ്മൾക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും തഹജ്ജുദ് നമസ്കരിക്കുന്നവരായി റബ്ബിനെ കണ്ടുമുട്ടുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ
നമുക്ക് മനക്കരുത്ത് തരുന്ന ആയത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കുക. ബറക്കത്തിൻ്റെ ആയത്തുകളുണ്ട്. ബറക്കത്തിന് വേണ്ടി അള്ളാഹു ഇറക്കിയതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ ഷിഫായാണ്, ഹുദയാണ്, സന്മാർഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആം അത് 6-ാമത്തെ സൂറത്താണ്. 155-ാമത്തെ ഒരായത്ത് മനസ്സിലാക്കാം. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഉഹു ലഅല്ലക്കും തുർഹമൂൻ. അള്ളാഹു പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു, ഈ കിതാബിനെ നാം അവതരിപ്പിച്ചത്, ഇറക്കപ്പെട്ടത്, മുബാറക്കുൻ, ബറക്കത്തായിട്ടാണ്, നന്മ നിറഞ്ഞതായിട്ടാണ് നാം ഇറക്കിയത്. വത്തബിഉഹു, നിങ്ങൾ ഇതിനെ പിൻപറ്റൂ. വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ച് ജീവിക്കൂ. ലഅല്ലക്കും തുർഹമൂൻ, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ സൂറത്തുൽ യൂനുസ് 10-ാമത്തെ സൂറത്താണ്. അതിൽ 57-ാമത്തെ ഒരായത്തുണ്ട്. ആ സൂറത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതകും മൗഇളത്തുൻ മിൻ റബ്ബിക്കും ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മതൻ ലിൽ മുഅ്മിനീൻ. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതകും മൗഇളത്തുൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കിതാ സതുപദേശം വന്നു കിട്ടിയിരിക്കുന്നു. ഷിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനസ്സിലെ രോഗങ്ങൾക്ക് ശിഫയാണ്. വഹുദൻ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഹുദയാണ്, സന്മാർഗമാണ്, റഹ്മത്താണ്, കാരുണ്യമാണ് നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, പരിശുദ്ധ ഖുർആൻ സതുപദേശമാണ്, രോഗങ്ങൾക്ക് ശമനമാണ്, ഹുദയാണ്, സന്മാർഗമാണ്, റഹ്മത്താണ്, കാരുണ്യമാണ്. ഇതെല്ലാം ഈ ഖുർആനിൽ, ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ പാരായണം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ദിവസം ഒരു ആയത്തെങ്കിലും പഠിച്ച് നമ്മൾ അതിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകണം. ഈ ആയത്തിൻ്റെ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തിൽ കൊണ്ട് നമ്മുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. ദീൻ പഠിക്കുവാനുള്ള ആവേശവും താല്പര്യവും നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജീവിതത്തിൽ പകർത്തിയും ഈമാനും യക്കീനും മുറുകെ പിടിച്ചും ആത്മാർത്ഥതയും ആത്മാർപ്പണ ബോധവും കൈമുതലാക്കിക്കൊണ്ടും സ്വന്തം ശരീരത്തെയും ധനത്തെയും ദീനിൻ്റെ മാർഗത്തിൽ അർപ്പണം ചെയ്തുകൊണ്ടും മുസ്ലിം സമുദായത്തിന് മാതൃകയായി ജീവിച്ച നമ്മുടെ മുൻഗാമികളുടെ മഹനീയമായ മാർഗം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ, സ്വർഗത്തിൻ്റെ അഖിലുകാരാകുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.